റിച്ചിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ ഓപ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജസ് അലോട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. ചിലർക്ക് കോളേജസ് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും കോളേജസ് അലോട്ട് ചെയ്യപ്പെട്ടവർക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പോകണം എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. 31 ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് 3 PM വരെ സമയമുണ്ട്. ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുത്തിരിക്കണം. ഇത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഈ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ അതിന്റെ കോൺസിക്വൻസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഓപ്ഷൻ നൽകിയ കോളേജ് എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ ഇനി അടുത്ത അലോട്ട്മെന്റിലും മാത്രം പോയിട്ട് പങ്കെടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ ചോദ്യമുണ്ട്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് കോളേജാണോ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾ പോയിട്ട് എന്തായാലും അഡ്മിഷൻ എടുത്തിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഉള്ളിൽ ഭാഗമാവുകയുള്ളൂ. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അപ്പോൾ മാത്രമേ ഒരു ചോയ്സ് ലഭിക്കുകയുള്ളൂ. അപ്പം എന്തായാലും ഈ അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൽ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ, അതായത് 4 ഓഗസ്റ്റിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ഇതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് നേരെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. റൈറ്റ്, ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു ജനറൽ നോട്ടായിട്ടുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഈ ക്ലിക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഫോട്ടോ കോപ്പീസ് പോരാ, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെ. നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് ആണോ അപ്ലോഡ് ചെയ്തത് അതേ ഡോക്യുമെന്റ് ഒറിജിനൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ആൻഡ് ഈ ഡോക്യുമെന്റ് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം. അതായത് ഇത് എക്സ്പയർഡ് ആയിരിക്കാൻ പാടില്ല. ചില സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇത് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും, അതായത് അതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. പക്ഷെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ഡോക്യുമെന്റ് എക്സ്പയർ ആയിട്ടുണ്ടാവും. ഇൻ ദ സെൻസ് ചില ഡോക്യുമെന്റ്സിനല്ല, ഇപ്പൊ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിലും ഇതിനെല്ലാം 1 ഇയർ ആണ് ടൈം പീരീഡ് തന്നിരിക്കുന്നത്. അപ്പൊ ആ 1 ഇയറിന്റെ ഉള്ളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് എക്സ്പയർ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് എക്സ്പയർ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് നിങ്ങൾ കൊണ്ടുപോകണം. അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ പഴയതും കൊണ്ടുപോകണം, പുതിയതും കൊണ്ടുപോകണം. അപ്പൊ അതുമാണ് ഞാൻ ഇവിടെ എൻഷുർ വാലിഡിറ്റി ഓഫ് ദി ഡോക്യുമെന്റ്സ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഈ കൊണ്ടുപോകുന്ന ഒറിജിനൽ ഡോക്യുമെന്റ്സ്, നിങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ക്വാളിഫൈ എക്സാമിനേഷന്റെ ഡോക്യുമെന്റ്, അതായത് നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റുകൾ, മാർക്ക് ഷീറ്റ്, ഇതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കോളേജ് ഇത് ആദ്യം വാങ്ങി വെക്കും. കാരണം 2 രീതികളിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ആദ്യം കോളേജ് ലെവലിൽ ഒരു വെരിഫിക്കേഷൻ നടക്കും. നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് തന്നെയാണോ ഇത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് പരിശോധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് യൂണിവേഴ്സിറ്റിയിലോട്ടും അയക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് അപ്പം കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് പിന്നീട് തിരിച്ചു കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, നിങ്ങൾ ഈ ക്വാളിഫൈ എക്സാമിനേഷന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ഫോട്ടോ കോപ്പീസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പം അത് ഓർത്ത് വെക്കുക. ദെൻ എനിക്ക് 4ാമതായിട്ട് പറയാനുള്ളത് റീച്ച് ബിഫോർ ടൈം. ഇവിടെ ഒരു സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ 31 ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് 3 PM എന്ന് പറയുന്ന സമയം കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് ആരും ലാസ്റ്റ് ദിവസത്തോട്ട് വെക്കരുത്. കഴിയുന്നതും നേരത്തെ തന്നെ എന്ത് ചെയ്യുക? ഈ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അതിന് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഇത്
ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു പ്രോസസ്സാണ്. ഒരുപാട് പേർക്ക് കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സമയം എന്തായാലും അവിടെ എടുക്കും. ആൻഡ് ഇത് കൂടാതെ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം കൂടി നമ്മൾ കണക്കാക്കണം. അതും കൂടി നമ്മൾ കാണണം. റൈറ്റ്? അപ്പോൾ ഒരിക്കലും ലാസ്റ്റ് ദിവസത്തോട്ട് കൊണ്ടുവയ്ക്കരുത്. കഴിയുന്നതും നേരത്തെ തന്നെ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇതാണ് മെയിൻലി പറയാനുള്ളത്. കാരണം ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള, അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് ഇത്ര ഒരു സമയം തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ആരും ലാസ്റ്റ് ദിവസം പോയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. ദെൻ ബ്രിങ് എ പാരന്റ് ഓർ എ ഗാർഡിയൻ. നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു പാരന്റോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗാർഡിയനോ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ആന്റി റാഗിങ് എഫിഡവിറ്റ് നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ക്യാമ്പസിൽ റാഗ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള, റാഗിങ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു എഫിഡവിറ്റ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ എഫിഡവിറ്റിനെ കൂടെ, ആ ഒരു എഫിഡവിറ്റിന്റെ അകത്ത് ഒരാൾക്കും കൂടി സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ അല്ല, അത് മാൻഡേറ്ററി ആണ്. അപ്പം ഇത് പാരന്റോ ലോക്കൽ ഗാർഡിയനും കൂടി എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. കാരണം ചൈൽഡ് ഈ പറയുന്ന റാഗിങ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടില്ല എന്ന് എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഫിഡവിറ്റ് ആണിത്. അപ്പൊ ഇത് രണ്ടുപേരും സൈൻ ചെയ്യണം. അതായത് ഈ വിദ്യാർത്ഥിയും സൈൻ ചെയ്യണം, അതേപോലെ തന്നെ പാരന്റോ ലോക്കൽ ഗാർഡിയനും ഇത് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാരന്റോ ഗാർഡിയനോ വേണം എന്ന് പറയുന്നത്. ഒരിക്കലും ഒറ്റയ്ക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നിൽക്കരുത്. കാരണം ഗാർഡിയനോ പാരന്റും ആവശ്യമുണ്ട്. ഇതിൽ ആരെങ്കിലും മതി, പാരന്റ് ആണോ ഗാർഡിയൻ ആണോ ആരെങ്കിലും മതി. ഇനി ഫൈനലി പറയുന്ന ഒരു കാര്യം, പലരും അവിടെ എത്തുമ്പോഴാണ് അറിയാറുള്ളത്, അതായത് ഫസ്റ്റ് ഇയേഴ്സിന് ഹോസ്റ്റൽ അഡ്മിഷൻ ഇല്ല എന്നുള്ളത്. അപ്പം ഇത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്ക് ഗവൺമെന്റ് ലോ കോളേജസിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ടാവില്ല. അപ്പൊ അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. പുറത്ത്, കോളേജിന്റെ പുറത്തൊക്കെ ഇഷ്ടം പോലെ PGസും പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽസും ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾക്ക് അവിടുത്തെ സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തായാലും കോളേജ് ഹോസ്റ്റൽ ഫസ്റ്റ് ഇയേഴ്സിന് ലഭിക്കുന്നതായിരിക്കില്ല. ഇതായിരിക്കും ഗവൺമെന്റ് ലോ കോളേജിലുള്ള സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഇതും ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ജനറലി ഒന്ന് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2 ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുണ്ട്. അലോട്ട്മെന്റ് മെമ്മോ, അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഡാറ്റാ ഷീറ്റ്. ഈ അലോട്ട്മെന്റ് മെമ്മോന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് രണ്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 ഡോക്യുമെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കളർ പ്രിന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റോ എന്ത് വേണേ എടുക്കാം, ഒരു കുഴപ്പമില്ല. കളർ പ്രിന്റ് എടുത്താൽ അത്രയും നല്ലത്, ഒരു കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ, അതായത് നിങ്ങൾ അത് സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ കോളേജിൽ തന്നെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. റൈറ്റ്? അപ്പൊ ഇത് എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോകണം. ഇറ്റ് ഡസന്റ് മാറ്റർ കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ എന്ത് വേണേ ആയിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കണം, 2 പ്രിന്റ് ഔട്ട്, അതായത് ഇൻ ദ സെൻസ് അലോട്ട്മെന്റ് മെമ്മോ ആൻഡ് കാൻഡിഡേറ്റ് ഡാറ്റാ ഷീറ്റ് നിങ്ങൾ എന്തായാലും പ്രിന്റ് ഔട്ട് എടുത്തിരിക്കണം. ഇത് അഡ്മിഷന്റെ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതേപോലെ നമ്മളുടെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് ആണ് ഒറിജിനലി അപ്ലോഡ് ചെയ്തത് അതേ ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ലെറ്റ്സ് സേ നിങ്ങൾ ആധാർ ആണ് സബ്മിറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ആധാർ തന്നെ കൊണ്ടുവരണം, അല്ലാതെ നിങ്ങൾ പാസ്പോർട്ട് കൊണ്ടുവരരുത്. കാരണം ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. റൈറ്റ്? അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്തതും നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഡോക്യുമെന്റ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം സെയിം ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ് അപ്ലോഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും ഇത് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പലരും പറയും രണ്ടിലും ഡേറ്റ് ഓഫ് ബർത്ത് സെയിം തന്നെയാണല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്തെ ഡോക്യുമെന്റ് അതേ ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ഇതിൽ പലരും മിസ്റ്റേക്ക് വരുന്നതാണ്. അപ്പൊ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ SLC സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, പാസ്പോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അതേ ഡോക്യുമെന്റ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്
കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. കാരണം അത് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ തരും. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തരും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രൂഫ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതും ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതും സെയിം ആണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതും നിർബന്ധമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്. അപ്പം ഇത് എപ്പോഴും ഒറിജിനൽ ആയിരിക്കണം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും ആയിരിക്കണം. നിങ്ങൾ ക്വാളിഫൈ എക്സാമിനേഷന്റെ ഒറിജിനൽ ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ആൻഡ് 5 years എന്ന് വരുമ്പോൾ നിങ്ങൾ 10th മാർക്ക് ഷീറ്റും അതേപോലെ പാസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതേപോലെ 12th മാർക്ക് ഷീറ്റും പാസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. 3 year കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10th വേണം, 12th വേണം, അതേപോലെ തന്നെ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റും വേണം. അപ്പം വെറുതെ ക്വാളിഫൈ എക്സാമിനേഷന് മാത്രം കൊണ്ടുവരരുത്. നിങ്ങൾ 10th കാണിക്കണം, 12th കാണിക്കണം, അതേപോലെ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കാണിക്കണം. അപ്പൊ പലരും പറയാറുണ്ട് എനിക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പ്രൊവിഷണൽ മതി, പ്രൊവിഷണൽ വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഒറിജിനൽ ഇപ്പം എന്തായാലും കിട്ടാൻ കഴിയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. അതിന് യാതൊരു ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഒന്നുമില്ല. ഓക്കെ, അഞ്ചാമതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ഇത് നിർബന്ധമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ഓർക്കണം, ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും ഓർക്കേണ്ടത്, നിങ്ങൾ ലാസ്റ്റ് റെഗുലർലി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കണം നിങ്ങൾ TC/CC എടുക്കേണ്ടത്. TC/CC എടുക്കേണ്ടത് ലാസ്റ്റ് റെഗുലർലി നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കണം എടുക്കേണ്ടത്. ആൻഡ് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഉണ്ട്, അതിനൊരു എക്സ്പയറി ഉണ്ട്. അതായത് 6 മാസത്തോട്ട് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളിപ്പോൾ ലാസ്റ്റ് സ്റ്റഡിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു പുതിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, എടുക്കണം. ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ഫോമാറ്റ് ഉണ്ട്, അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തിട്ട് അത് ഗസറ്റഡ് ഓഫീസറിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആൻഡ് പഴയ ആ ഒരു CC കൂടി കൊണ്ട് കാണിക്കുക, അവർ പുതിയൊരു CC നിങ്ങൾക്ക് തരും. റൈറ്റ്. അപ്പം ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും ഒരു വാലിഡ് ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഫ്രഷ് വാലിഡ് CC ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. 6 months വാലിഡിറ്റിയുടെ ഉള്ളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാലിഡിറ്റി കഴിഞ്ഞ ഡോക്യുമെന്റുമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രഷ് CCക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഒരു ഗസ്റ്റഡ് ഓഫീസറിനോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റഡ് ഓഫീസർ തരും. അപ്പോൾ നിങ്ങൾ പഴയ CCയും പുതിയ CCയും പിടിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റഡി ആണെങ്കിൽ പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ റെഗുലർലി പഠിച്ച ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് CC എടുക്കണം. അപ്പോൾ സ്കൂൾ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണം, ലാസ്റ്റ് പഠിച്ചത് സ്കൂൾ ആണെങ്കിൽ, റെഗുലർലി നിങ്ങൾ പഠിച്ച സ്കൂൾ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന CC എടുക്കണം. റൈറ്റ്. അപ്പം ഇത് നിർബന്ധമാണ്. പലരും കണ്ടിട്ടുണ്ട് അഡ്മിഷന്റെ സമയത്ത് CC ഇല്ലാതെ വീണ്ടും പോയി, കാരണം മടക്കി അയക്കും. കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. നിങ്ങളൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഇതെല്ലാം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. റെക്ടിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ദിവസം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ അത് CC നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അഡ്മിഷൻ അനുവദിക്കില്ല. റൈറ്റ്. അടുത്ത നോക്കുകയാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളിപ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചത് വേറെ യൂണിവേഴ്സിറ്റിയിലാണ്, ആൻഡ് നിങ്ങൾ പുതിയൊരു യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ അലോട്ടഡ് കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ലെറ്റ്സ് സേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്, ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഡിഗ്രി ഒക്കെ ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. നിങ്ങൾക്ക് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് കിട്ടി, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ആവശ്യമുള്ളത്. സോ നിങ്ങൾ അത് എടുക്കണം. അത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കോളേജൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷന് മുന്നേ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്തിരിക്കണം. റൈറ്റ്. അതേപോലെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പം ഒരു കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയല്ലോ, അപ്പൊ നിങ്ങൾ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കോളേജിൽ നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ്,
നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ആ എക്സാം ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, നിർബന്ധമായിട്ടും അത് കൊണ്ടുവന്നിരിക്കണം. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതും ഓർത്ത് വെക്കുക. ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അഡ്മിഷനിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ഇത് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, കാരണം നിങ്ങൾ എന്തായാലും എക്സാമിന് സമയം ആയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയമായി പഠിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ആൻഡ് നിങ്ങൾ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ കോളേജിൽ നടക്കാൻ പോകുന്ന എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ആ എക്സാം ക്യാൻസൽ ചെയ്തിരിക്കണം. എക്സാം ക്യാൻസലേഷൻ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് ജസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ബാക്കിൽ ജസ്റ്റ് എഴുതിയുള്ളൂ, എക്സാം രജിസ്ട്രേഷൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അത് ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരണം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേറെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കുള്ള കാര്യം കേട്ടോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം നോക്കാം, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിച്ച ഒരു വിദ്യാർത്ഥി, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ക്വാളിഫൈ എക്സാമിനേഷനുള്ള ഡിഗ്രി നേടിയ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ക്വാളിഫൈ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്വാളിഫൈ എക്സാമിനേഷന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തി, ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിന് പുറത്ത് പഠിച്ച ഒരു വ്യക്തി, അവര് നമ്മളുടെ കേരളത്തിന്റെ ഉള്ളിൽ വന്ന് നമ്മളെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പം അവർ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യണം, അഡ്മിഷന്റെ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ സ്റ്റേറ്റിന്റെ പുറത്താണ് പഠിച്ചിട്ടുള്ളത്, ഐഡിയ എത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ യൂണിവേഴ്സിറ്റിന്റെ കയ്യിൽ നിന്നായിരിക്കണം നിങ്ങൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ പലതും ഓൺലൈൻ പ്രോസസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ക്വാളിഫൈ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ ക്വാസി ഗവൺമെന്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന ഒരു കോളേജ് അഡ്മിഷൻ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് 2 കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2 ഡോക്യുമെന്റ്സ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്ന് റിലീവിംഗ് ഓർഡർ ആണ്, അതായത് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിലീവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ. ഇൻ ദ സെൻസ് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ LLB എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം കോഴ്സാണ്, ഇതൊരു പാർട്ട് ടൈം കോഴ്സ് അല്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഫുൾ ടൈം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇത് ഫുള്ളി നിങ്ങൾ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. അതുകൊണ്ട് ഇത് പാർട്ട് ടൈമും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ റിലീവ് ചെയ്യണം. അപ്പൊ റിലീവിംഗ് ഓർഡർ വേണം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് കോണ്ടക്ട്, അത് ആരുടെ നിന്നായിരിക്കണം, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കോണ്ടക്ട് സർട്ടിഫിക്കറ്റും കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന 2 ഡോക്യുമെന്റ്സും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദെൻ അവിടെ നോക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. അപ്പം നമുക്കൊരു ഇത് ഒരു 4 to 5 ഫോട്ടോഗ്രാഫ്സ്, നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കയ്യിൽ വെക്കുകയാണെങ്കിൽ നല്ലതാവും. പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കയ്യിൽ വെക്കുകയാണ് നല്ലതാവും. കാരണം ഡിഫറെന്റ് ചിലപ്പോൾ ഫോംസ് ഉണ്ട്, അപ്പോൾ ലൈബ്രറിയിലെ ഫോം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ആവശ്യം വരാം. അപ്പൊ ഇത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ആ സമയം നിങ്ങൾ പോയി കളിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ഫോട്ടോസ് നിങ്ങൾ കയ്യിലൊന്ന് വെക്കുക. ഓക്കെ, റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ദെൻ ഓൾസോ ഒറിജിനൽസ് ഓഫ് ഓൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. വേറെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുവരണം. നേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നേറ്റിവിറ്റി, റിസർവേഷൻ്റെ ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ വാലിഡിറ്റി ശ്രദ്ധിക്കുക, 1 വർഷമേ ഉള്ളൂ. അപ്പോൾ അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീ കൺസെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഒരു പെന്ന് ആൻഡ് കുറച്ച് A4 ഷീറ്റ്സും കയ്യിൽ വെക്കുക. ഇത് നല്ലൊരു ശീലമാണ്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ടാവും, നല്ലതാണ്. നിങ്ങൾ ആളുകളുടെ അടുത്തൊന്നും ചോദിച്ചു ഇങ്ങനെ സമയം കളയണ്ട. നിങ്ങളൊരു പെന്ന് കയ്യിൽ വെക്കുക. അതേപോലെ തന്നെ ഒരു 4-5 A4 ഷീറ്റ്. A4 ഷീറ്റിന് എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയൊക്കെ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. നിങ്ങൾ ആരുടെടുത്തും സഹായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, റൈറ്റ്? അപ്പോൾ നമ്മളൊരു വളരെ പ്രിപ്പയർഡ് ആയിട്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം നമ്മുടെ അഡ്മിഷൻ പ്രോസസ് വളരെ സ്മൂത്ത് ആക്കണം. കാരണം ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നതാണ്.
അപ്പൊ നമ്മൾ അധികം സമയം കളയേണ്ട കാര്യമില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോവുക. കാരണം അത് അവിടെയുള്ള ആളുകളുടെയും സമയം ലാഭിക്കും, നിങ്ങളുടെ സമയം ലാഭിക്കും, റൈറ്റ്? അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി ട്യൂഷൻ ഫീനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ലോ കോളേജിലുള്ള ആനുവൽ ട്യൂഷൻ ഫീ പറഞ്ഞിരിക്കുന്നത് 1575 rupees ആണ്. ആൻഡ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് ലോ കോളേജിന്റെ ഡിഫറെന്റ് ഫീസ് വരുന്നുണ്ട്. ഇത് ഗവൺമെന്റ് സീറ്റ്സിലോട്ടുള്ള ഫീസാണ് ഞാൻ പറയുന്നത്. ആനുവൽ ട്യൂഷൻ ഫീ 36 വരുന്നുണ്ട്. അതേപോലെ സ്പെഷ്യൽ ഫീസ് വരുന്നുണ്ട് 5250, കോഷൻ ഡെപ്പോസിറ്റ് 5000 വരുന്നുണ്ട്, റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് 50,000 വരുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് 2024-2025 അക്കാഡമിക് ഇയറിൽ ഫിക്സ് ചെയ്ത ഫീസാണ്. 2025-2026 അക്കാഡമിക് ഇയറിലെ ഫീസ് ഫിക്സ് ചെയ്തിട്ടില്ല. അഥവാ ഈ ഫീസ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി വരുന്ന ബാലൻസ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അത് ആ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഇത് കൂടാതെ തന്നെ വേറെയും ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഒരിക്കലും വിചാരിക്കരുത് ഇത് മാത്രമാണ് ഫീസ് എന്നുള്ളത്. വേറെയും കുറച്ച് കോൺട്രിബ്യൂഷൻസ് നൽകേണ്ടതായിട്ടുണ്ടാവും. സോ PTA ഫണ്ട് ഉണ്ടാവും, ലൈബ്രറി ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടാവും, മൂഡ് കോഡ് സൊസൈറ്റി ഫണ്ട് ഉണ്ടാവും, മാനേജ്മെന്റ് ക്ലബ് അല്ലെങ്കിൽ ക്യാമ്പസ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഫണ്ട്സ് ഉണ്ടാവും, ലീഗൽ എയ്ഡ് ക്ലബിന്റെ ഫണ്ട് ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി ഒരു 10,000 മുതൽ 12,500 rupees വരെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതണം. ഒരിക്കലും വിചാരിക്കരുത് 1576 ആ ഒരു ഗവൺമെന്റ് ഫീ മാത്രം പിടിച്ചു പോകരുത്. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 to 12,000 rupeesന്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു എമൗണ്ടും ആയിട്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ആ ഒരു സമയത്ത്, അഡ്മിഷൻ എടുക്കാൻ സമയത്ത്. കാരണം ഈ പറയുന്ന ചെലവുകളും ഉണ്ട്. നമ്മൾ എപ്പോഴും ആനുവൽ ട്യൂഷൻ ഫീ മാത്രമായിരിക്കും കണ്ടിട്ടായിരിക്കും പോവുക. പക്ഷേ വേറെയും കുറച്ച് കോൺട്രിബ്യൂഷൻസ് നൽകേണ്ടതായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു എമൗണ്ടും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ നിങ്ങൾ വെക്കുക. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടും കൊടുക്കുക, അതേപോലെ ഓൺലൈൻ പേയ്മെന്റ് ആണ് മിക്കവാറും ഉള്ളത്. ആൻഡ് ഓഫീസിൽ നിങ്ങൾ ക്യാഷ് അടയ്ക്കണം. ഈ ട്യൂഷൻ ഫീ നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് അടയ്ക്കാം. ബാക്കിയുള്ള എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പേയ്മെന്റ് വഴി നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്, റൈറ്റ്? വേറെ കോളേജിലൊന്നും ഓൺലൈൻ സിസ്റ്റം വന്നിട്ടില്ല, ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ബാക്കിയുള്ള കോളേജിൽ നിങ്ങൾ എന്തായാലും ക്യാഷ് ആയിട്ടായിരിക്കണം പോവേണ്ടത്. ഞാൻ ഗവൺമെന്റ് ലോ കോളേജിന്റെ കാര്യമാണ് പറയുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ ഓൺലൈൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ബാക്കി ഗവൺമെന്റ് കോളേജിൽ ഓൺലൈൻ സിസ്റ്റം വന്നിട്ടില്ല, ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, റൈറ്റ്? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് ബാക്കിയുള്ള ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ നമ്മളോട് ചോദിക്കാം. അപ്പം ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.